ഹായ് കൂട്ടുകാരെ, മീഡിയ 7+ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിന്റെ മുകളിൽ ഇരിക്കുന്ന വാട്ടർ ടാങ്കിന്റെ തൊട്ടടുത്ത് എയർ പൈപ്പ് വെച്ചിട്ടുണ്ട്. 2-3 എയർ പൈപ്പുകൾ വെക്കാറുണ്ട്. നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ ശരിയായിട്ട് സ്പീഡിൽ വെള്ളം വരാൻ വേണ്ടി പ്ലംബർമാർ ചെയ്യുന്നതാണ് എയർ പൈപ്പ് കൊടുക്കുന്നത്. ഈ എയർ പൈപ്പിന്റെ മുകളിൽ സാധാരണ ഒരു എൽബോയോ ടീയോ വെച്ചിട്ടാണ് പ്ലംബർമാർ പണി ചെയ്യുന്നത്. ഇതിന്റെ മുകളിൽ കാക്കകൾ ആഹാര സാധനങ്ങൾ എന്തെങ്കിലും വെളിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നേരെ കുത്തിക്കൊണ്ട് വന്നിട്ട് ഏറ്റവും മുകളിൽ ടോപ്പിലുള്ള സ്ഥലം ഇതായിരിക്കും. ആ പൈപ്പ് വന്നിരുന്ന ആഹാരം കുത്തിപ്പറിച്ച് തിന്ന ശേഷം ബാക്കി വരുന്നത് ഈ ഹോളിലോട്ട് തന്നെ വെക്കും. പിന്നീട് തിന്നാൻ വേണ്ടിയാണ്. കാക്കയ്ക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. ആ ആഹാര സാധനം ആ ഹോളിൽ വെക്കുന്നത് നേരെ താപോട്ട് വരും. താഴെ വന്ന് ടാങ്കിനകത്ത് അത് കലരുകയും നേരെ അത് പൈപ്പ് വഴി തന്നെ നമ്മുടെ ബാത്റൂമിലും കിച്ചണിലും ഒക്കെ ഉള്ള ടാപ്പ് തുറക്കുമ്പോൾ അതിന്റെ തുമ്പിൽ വന്ന ഒരു ചെറിയ നെറ്റ് ഉണ്ട്. അതിന് അവിടെ വന്ന് തങ്ങിയിരിക്കുകയും വാട്ടറിന് സ്മെല്ല് വരികയും വാട്ടർ ശരിക്കും പ്രഷർ വരാതിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം എന്താണെന്നുള്ളതാണ്, സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. ഇതാണ് നമ്മുടെയൊക്കെ വീടിന്റെ മുകളിലുള്ള വാട്ടർ ടാങ്കിന്റെ അടുത്തുള്ള എയർ പൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പൈപ്പിന്റെ മണ്ടയ്ക്ക് ഇപ്പോൾ എൽബോ ആണ് വെച്ചിരിക്കുന്നത്. ചില ആൾക്കാർ എൽബോ വെക്കും, ചിലർ ടീ വെക്കും. ഇതിന്റെ മുകളിലാണ് കാക്ക വന്നിരിക്കുന്നതും ആഹാര സാധനങ്ങൾ കൊത്തിപ്പറിച്ച് തിന്ന ശേഷം ഇതിന്റെ ഉള്ളിൽ ഈ ഹോളിനുള്ളിലാണ് നിങ്ങൾ പിന്നെ വെക്കുന്നത് ബാക്കി വരുന്ന ആഹാര സാധനം. ഇവിടെ വന്നിരുന്ന് കൊത്തിപ്പറിച്ച് എന്നിട്ട് ഇതിനുള്ളിൽ വെക്കും. ഇതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഇത് താഴെ വന്നു കഴിഞ്ഞാൽ വാട്ടറിലാണ് ഇത് കലരുന്നത്. നേരെ താഴെലോട്ട് വന്നു കഴിഞ്ഞാൽ വാട്ടറിനകത്ത് കലരുന്നത്. അപ്പോൾ ഇതിന്റെ മണ്ടയ്ക്ക് നമ്മൾ ഇത് അടച്ചു വെക്കാൻ പറ്റില്ല. അടച്ചു വെച്ചാൽ നമുക്ക് എയർ ബ്ലോക്ക് ആവും, നമുക്ക് വെള്ളം പൈപ്പിൽ കൂടെ ശരിയായി വരത്തില്ല. അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇപ്പോൾ ഇതുപോലുള്ള ഞാൻ ഒരെണ്ണത്തിന്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കുന്നത് കാണിക്കുന്നത്. ഇതുപോലുള്ള നമ്മുടെ ഒഴിഞ്ഞ ബോട്ടിലുകൾ, ഹാർപ്പിക്ക് പോലുള്ള ഒഴിഞ്ഞ ബോട്ടിലുകൾ കട്ട് ചെയ്ത ശേഷം നല്ലപോലെ കഴുകി എടുത്തിട്ട് ഇതിനെ മണ്ടയ്ക്ക് വെക്കാം. അല്ല എങ്കിൽ ഒരു ബെൻഡ് വാങ്ങിയിട്ട് നമുക്ക് ഇതിനെ മണ്ടയ്ക്ക് വെക്കാം. ഇതിപ്പോൾ ഹാർപ്പിക്കിന്റെ കുപ്പി കട്ട് ചെയ്തതാണ്. ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇതിനെ മണ്ടയ്ക്ക് വെക്കാം. ഇതിന് നമുക്ക് വലിയ ചിലവില്ലാത്തതാണ്. ഇതല്ലെങ്കിൽ ഇതുപോലെ ഒരു ബെൻഡ് വാങ്ങണം. ഇതുപോലെ ചെറിയൊരു പൈപ്പിന്റെ പീസും വാങ്ങണം. പൈപ്പ് വാങ്ങിയിട്ട് ഇതേ വെക്കണം. അത് പൈപ്പ് ഏതാണ് സൈസ് എന്നുള്ളത് 1 ഇഞ്ചാണോ 3/4 ഇഞ്ചാണോ എത്രയാണെന്നുള്ളത് നോക്കിയ ശേഷം ഇതുപോലെ ബെൻഡ് വാങ്ങി നമ്മൾ അതിനെ മണ്ടയ്ക്ക് വെക്കണം. അത് വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇപ്പോൾ ഇത് ഒന്ന് ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് ബെൻഡ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വേണമെങ്കിൽ ബെൻഡ് വെച്ചാലും കുഴപ്പമില്ല. ഇതിന്റെ മണ്ടയ്ക്ക് ഇപ്പോൾ കാക്ക വന്നിരുന്ന് തിന്നാലും ഇതിനുള്ളിലോട്ട് കയറ്റി വെക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇതുപോലുള്ള ബോട്ടിലുകൾ കട്ട് ചെയ്ത് ഇതിന്റെ മണ്ടയ്ക്ക് വെക്കാം. ഇങ്ങനെ എന്തായാലും വെക്കുന്നത് നല്ലതായിരിക്കും. അല്ല എങ്കിൽ ഈ ആഹാര സാധനങ്ങൾ മൊത്തം നമ്മുടെ വാട്ടറിൽ കലരും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ എയർ പൈപ്പിന് മൊത്തം ഇതുപോലെ കുപ്പികൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ആ മൂലയ്ക്ക് ഒരെണ്ണമുണ്ട്, അതിനും അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. അതായത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.